ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ സൺഡേ ടോക്ക്. അപ്പോൾ നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ള ഒരു കാര്യമാണ് പുരുഷന്മാരുടെ കംപ്ലൈൻറ്റ്, സ്ത്രീകൾക്ക് ചിലവ് കൂടുതലാണ് എന്നുള്ളൊരു കാര്യം അല്ലേ. അപ്പോൾ അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഞങ്ങളുടെ ഹെയർ മെയിൻറ്റെയിൻ ചെയ്യുക, സ്കിന്ന് മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ ഞങ്ങളുടെ വസ്ത്രങ്ങൾ വാങ്ങുക, അതുപോലെ കിച്ചണിലേക്ക് ആവശ്യമുള്ള സാമഗ്രികളൊക്കെ വാങ്ങുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ചിലവുള്ള കാര്യമാണ്. നിങ്ങൾ സിംഗിളായിട്ട് നടക്കുമ്പോൾ ഉള്ള പോലെയല്ല. പിന്നെ കുട്ടികളെ വളർത്തുക, അതിന് ചിലവായി, അതുപോലെ വീട് വയ്ക്കുക, കുട്ടികളെ പഠിപ്പിക്കുക, അങ്ങനെ പോകും ചിലവുകൾ അല്ലേ. അപ്പോൾ വിവാഹം കഴിക്കാത്തവരാണെങ്കിലും ഒക്കെ അത് മനസ്സിലാക്കുക. നിങ്ങൾ കല്യാണം കഴിക്കുക, ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ചിലവുള്ള കാര്യമാണ്. അല്ലെങ്കിൽ ഒരു പുരുഷനെ വിവാഹം കഴിക്കുക, പുരുഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും മെയിൻ്റനൻസ് ആവശ്യമില്ല അല്ലേ. ചിലപ്പോൾ 2 മാസം കൂടുമ്പോൾ ഒന്ന് പോയി ഒരു ഹെയർ കട്ട്, അത്രയൊക്കെയുള്ളൂ ചിലവ്. പക്ഷേ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ചിലപ്പോൾ വിവാഹം കഴിക്കാതിരിക്കും, പക്ഷെ അവളെ സന്തോഷമായിട്ട് കൊണ്ട് നടക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കാരണം ഒരു സ്ത്രീ വിവാഹം കഴിക്കുമ്പോൾ ആഗ്രഹിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് സംരക്ഷണം ആ പുരുഷനിൽ നിന്ന് കിട്ടും, അതുപോലെ അവൾക്ക് പ്രൊവൈഡ് ചെയ്യും എന്നുള്ളതാണ് അവൾ ആ പുരുഷനിൽ കാണുന്നത്. അതിപ്പോൾ പുതുമയുള്ള കാര്യമൊന്നുമല്ല. കാലാകാലങ്ങളായിട്ട് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പും സ്ത്രീകൾ അത് തന്നെയാണ് ഒരു പുരുഷനിൽ നോക്കാറുള്ളത്. പണ്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ വേട്ടയാടി കൊണ്ടുവരിക, ആഹാരത്തിനുള്ളത് കൊണ്ടുവരിക, അതുപോലെ സ്ത്രീക്കും കുട്ടികൾക്കും പ്രൊട്ടക്ഷൻ കൊടുക്കുക, അതാണ് ഒരു പുരുഷന്റെ ഡ്യൂട്ടി അല്ലേ. പക്ഷേ സ്ത്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗർഭം ധരിക്കുക, പ്രസവിക്കുക, കുട്ടികളെ വളർത്തുക, അതൊക്കെയാണ് ഞങ്ങളുടെ ഡ്യൂട്ടി. അത് ഇന്നും ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് അല്ലേ. അത് കാലാകാലങ്ങളായിട്ടും ഞങ്ങൾ തന്നെയാണ്. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്, ഇന്ന് സ്ത്രീകൾ ജോലിക്ക് പോയി തുടങ്ങി അല്ലേ. ആ കുടുംബം പുലർത്തണമെങ്കിൽ അവളും അധ്വാനിച്ച് പുറത്തു പോയി പണം സമ്പാദിക്കണം എന്നുള്ളതാണ്. അങ്ങനെ ഒരു വ്യത്യാസം വന്നു. അപ്പോൾ അങ്ങനെ ഒരു സ്ത്രീ പുറത്തു പോയി ജോലി ചെയ്യുമ്പോൾ അവളിൽ കൂടുതലായിട്ടും ആ മാസ്കുലിൻ എനർജിയാണ് പുറത്തോട്ട് വരുന്നത്, അല്ലാതെ ഒരു ഫെമിനിൻ എനർജി ആയിരിക്കില്ല അവളിൽ നിന്ന് വരുന്നത്. പക്ഷേ ഒരു പുരുഷൻ കല്യാണം കഴിക്കുമ്പോൾ ആ സ്ത്രീയിലെ ഫെമിനിൻ എനർജി ആഗ്രഹിച്ചാണ് കല്യാണം കഴിക്കുന്നത് അല്ലേ. നിങ്ങൾ പ്രധാനമായിട്ടും നോക്കുന്നത് അവളുടെ ആ ചിലപ്പോൾ ആ സ്കിന്നായിരിക്കാം, ഹെയർ ആയിരിക്കാം, അവളുടെ ആ പുഞ്ചിരിയായിരിക്കാം, അവളുടെ ആ കരുതലും, അവളുടെ ആ സോഫ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടറും, ആ ഫെമിനൻ എനർജി കിട്ടാനായിട്ട് തന്നെയാണ് നിങ്ങൾ കല്യാണം കഴിക്കുന്നത്. പക്ഷേ ഒരു പുരുഷന് അവൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല, സംരക്ഷണത്തിനായിട്ട് പറ്റുന്നില്ല, ചെലവിന് കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് വരുമ്പോൾ ഞങ്ങൾക്കത് 100% ആ ഫെമിനൻ എനർജി നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളതാണ്. നിങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ ആ സന്തോഷമുള്ള മുഖമായിരിക്കില്ല കാണുന്നത്. അപ്പോൾ ഞങ്ങൾക്കറിയാം അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നല്ല സന്തോഷവും തൃപ്തിയും ഒക്കെയുള്ള ആ മുഖമാണ്, പൂമുഖ പടിവാതിലിൽ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന വൈഫിനെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ അങ്ങനെ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഭാര്യയ്ക്ക് സംരക്ഷണം കൊടുക്കണം. അവൾക്ക് ഉദ്ദേശിക്കുന്നത് ചെലവിന് കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഒരിക്കലും ഒരു അംബാനി പോലെ ആയിരിക്കണം, അങ്ങനെ പണമുള്ളവനൊന്നും ആഗ്രഹിക്കുന്നില്ല സ്ത്രീകൾ. അവൾ ആഗ്രഹിക്കുന്നത്, അതിപ്പോൾ ഒരു കൂലിപ്പണി ചെയ്യുന്ന പുരുഷനാണെങ്കിൽ തന്നെ അവളെ ആ അധ്വാനിച്ച് കൊണ്ടുവരുന്നത് കൊണ്ട് അവളെയും കുട്ടികളെയും നോക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു മനുഷ്യനാണ്. അതിനായിട്ട് അധ്വാനിക്കാൻ തയ്യാറാണ്. അവളെ സേഫായിട്ട് കൊണ്ട് നടക്കണം, അവൾക്ക് സംരക്ഷണം കൊടുക്കണം, ആ കുട്ടികൾക്കും അവൾക്ക് സംരക്ഷണം കൊടുക്കണം എന്നാഗ്രഹമായ പുരുഷനായാൽ മതി. അല്ലാതെ വലിയ പണക്കാരനായിരിക്കണമെന്നൊന്നും ഇല്ല. പക്ഷെ നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ വലിയ ധനമുള്ള വീട്ടിലെ വലിയ സുഖ സൗകര്യങ്ങൾ കൊണ്ട് ജീവിച്ച ഒരു പെൺകുട്ടിയെ ആയിരിക്കരുത് കല്യാണം കഴിക്കേണ്ടത്. നിങ്ങൾക്ക് അവളുടെ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, അവൾ എങ്ങനെയാണോ അവളുടെ വീട്ടിൽ ജീവിച്ചത് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ള അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ നിന്നായിരിക്കണം കല്യാണം കഴിക്കേണ്ടത്. അല്ലെങ്കിൽ അവൾ നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ, നിങ്ങളുടെ കൂടെ ജീവിച്ചു തുടങ്ങുമ്പോൾ ഒട്ടും തൃപ്തി ഉണ്ടാവില്ല, ഒട്ടും ഹാപ്പി ആയിരിക്കില്ല, അവളുടെ ആഗ്രഹങ്ങളൊന്നും നിങ്ങൾക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അത് തന്നെയാണ് മിക്കവാറും വീടുകളിലെ പ്രശ്നം. അല്ലാതെ ഭാര്യയ്ക്ക് ചെലവ് കൂടുതലാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ തന്നെ ചിന്തിക്കുക, നിങ്ങൾക്ക് ഈ പെൺകുട്ടിയെ സംരക്ഷിക്കാനുള്ള കഴിവുണ്ടോ? അത് മേക്ക് ഷുവർ ചെയ്തിട്ടാണ് നിങ്ങൾ കല്യാണം കഴിക്കാവുള്ളൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ ഡ്യൂട്ടി.
അവളെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റണം. ഞങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ കുട്ടികളെ പ്രസവിച്ച് വളർത്തുകയാണ്. അത് ഞങ്ങൾ എപ്പോഴും തയ്യാറുള്ളവരാണ്, അല്ലേ? അതിൽ ഒരിക്കലും ഒരു വീഴ്ച വന്ന് കണ്ടിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് ഈ സ്ത്രീയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിവുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. അല്ല എന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീയും നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യും. ഇപ്പോൾ നിങ്ങളുടെ ഭാര്യയാണെങ്കിൽ തന്നെ ചിലപ്പോൾ അവളൊന്നും പറയുന്നുണ്ടാവില്ല. ചിലപ്പോൾ നാട്ടുകാരുടെ നിങ്ങളുടെ അടുത്ത് അഭിനയിച്ചായിരിക്കും ജീവിക്കുന്നത്. പക്ഷേ തുറന്നു പറയാൻ മടിയായിരിക്കും. എനിക്ക് ഇയാളെ എൻ്റെ ഭർത്താവായിട്ട് കാണാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഈ മനുഷ്യൻ ഞാൻ വിചാരിച്ച പോലത്തെ ഒരു മനുഷ്യനല്ല എന്നൊന്നും മിക്കവാറും സ്ത്രീകൾ പറയുന്നില്ല. പക്ഷെ അല്ലാതെ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ചില സ്ത്രീകളുടെയൊക്കെ കല്യാണം കഴിഞ്ഞ് നമുക്ക് കാണാം 2 വർഷത്തിനോളം അവളുടെ ഭംഗിയൊക്കെ പോയിട്ടുണ്ടാവും, അവളുടെ മുഖത്ത് യാതൊരു സന്തോഷവും കാണില്ല. അപ്പോൾ പുരുഷന്മാർ മനസ്സിലാക്കുക, ഒരു സ്ത്രീയെ കാണുമ്പോൾ അറിയാം നിങ്ങൾ എത്ര മിടുക്കനാണ്. നിങ്ങളുടെ ഭാര്യയെ കാണുമ്പോൾ അറിയാം അവൾ ഇപ്പോഴും സുന്ദരിയായിട്ടിരിക്കുന്നു, അവളുടെ മുഖത്ത് ഇപ്പോഴും ആ സന്തോഷമുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മിടുക്കിനെയാണ് കാണിക്കുന്നത്. ഇതൊക്കെയാണ് ആൻറ്റിക്ക് പറയാനുള്ളത്. ഓക്കെ, ബൈ നൗ.